ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഓഗസ്റ്റ് 15-ാം തീയതി പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ ദിനം. നമുക്കിന്ന് നോക്കിക്കാണാം എങ്ങനെയായിരുന്നു അമ്മയുടെ സ്വർഗാരോപണം. നമ്മൾ ഇന്നലെ കണ്ടു, പരിശുദ്ധ അമ്മ സാധാരണ മനുഷ്യരെ പോലെ ആകരുതെന്ന് ഈശോയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് പാപക്കറ കൂടാതെയാണല്ലോ അമ്മ ജനിച്ചത്. അപ്പോൾ ഈശോ സ്വർഗത്തിൽ പറയുകയാണ്, അവൾ പാപക്കറ കൂടാതെ ഉരുവാക്കപ്പെട്ടവളാണ്. എനിക്ക് പാപക്കറയില്ലാത്ത മനുഷ്യസ്വരൂപം സ്വീകരിച്ച് ഭൂമിയിൽ പിറന്ന് ലോകത്തെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ അത് അത്യാവശ്യമായിരുന്നു. എൻ്റെ മാംസം അവളുടേതാണ്. അവൾ എൻ്റെ രക്ഷാകര പ്രവർത്തനത്തിൻ്റെ പങ്കാളിയായിരുന്നു. അതുകൊണ്ട് ഞാൻ മരണത്തിൽ നിന്ന് ഉയർത്തതുപോലെ അവളും ഈ ദിവസം ഈ മണിക്കൂറിൽ തന്നെ ഉയർത്തപ്പെടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അവളെ ഞാൻ എല്ലാ കാര്യങ്ങളിലും എന്നെപ്പോലെയാക്കാൻ ആഗ്രഹിക്കുന്നു എന്ന്. അങ്ങനെയാണ് സ്വർഗത്തിൽ ഒരു സംഭാഷണം നടക്കുന്നത്. അപ്പോൾ അവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ വിശുദ്ധന്മാരും പുതിയ കീർത്തനങ്ങൾ പാടി നന്ദി അർപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇതിൽ എടുത്തു പറയാനായിട്ട് ആദം, ഹൗവ, വിശുദ്ധ അന്ന, വിശുദ്ധ യോവാക്യം, വിശുദ്ധ ഔസേപ്പ് ഇവരെ എടുത്തു കാണിക്കുന്നുണ്ട്. ഇവർ കൂടുതൽ ഈശോയുടെ കാര്യങ്ങളിൽ അത്ഭുതത്തിൽ കൂടുതൽ പങ്കാളിത്തം ഉള്ളവരായിരുന്നല്ലോ. ഈ നിമിഷം പരിശുദ്ധ രാജ്ഞിയുടെ ആത്മാവ് കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് അവരുടെ കന്യാശരീരത്തിൽ പ്രവേശിച്ചു. അത് സജീവമാവുകയും ഉയരുകയും ചെയ്തു. നവജീവനിലേക്ക് പ്രവേശിച്ച് അനശ്വരതയും മഹത്വവും പ്രാപിച്ച സ്പഷ്ടത, സൂക്ഷ്മത തുടങ്ങിയ സ്വഭാവങ്ങൾ ശരീരത്തിലേക്ക് പകർത്തപ്പെട്ടു. ഇങ്ങനെയുള്ള ഗുണങ്ങൾ സ്വന്തമാക്കിയ മാതാവ് തൻ്റെ കല്ലറയിൽ നിന്നും ആത്മശരീരങ്ങളോടെ പൂർണ്ണമായി പുറത്തു വന്നു. എന്നാൽ കല്ലറയുടെ മൂടിക്കല്ല് ഉയർത്തപ്പെടുകയോ അവരുടെ ശരീരത്തെ പൊതിഞ്ഞിരുന്ന മേൽവസ്ത്രത്തിനും അങ്കിക്കും സ്ഥാനചലനം ഉണ്ടാവുകയോ ചെയ്തില്ല. ഇതാണ് മേൽപ്പറഞ്ഞ ഗുണങ്ങളുടെ ശക്തി. പരിശുദ്ധ അമ്മയുടെ സ്വർഗീയ ലാവണ്യത്തിൻ്റെ പ്രഭാപൂരം വർണ്ണിക്കാൻ ശ്രമിക്കുന്നത് നിഷ്ഫലമാണ് എന്നാണ് പറയുന്നത്. അത്രമാത്രം സ്വർഗീയ പ്രഭയാണ് പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്നത്. അഗ്രതയിലെ വാഴ്ത്തപ്പെട്ട സിസ്റ്റർ മരിയ വെളിപ്പെടുത്തുന്നതാണിത്. എങ്ങനെയാണ് പരിശുദ്ധ അമ്മ ആ സ്വർഗീയ ലാവണ്യം സ്വീകരിച്ചിരിക്കുന്നത് എന്ന് അത് വിവരിക്കാൻ പറ്റില്ല എന്ന്. ആ സമയത്ത് തൻ്റെ ഖബറിടത്തിൽ നിന്നും ഒരു ഘോഷയാത്ര പുറപ്പെട്ടു അത്രേ. സ്വർഗത്തിൻ്റെ അത്യുന്നതങ്ങളിലേക്കുള്ള ഈ യാത്രയിൽ അലൗകികമായൊരു സംഗീതം ആകാശത്ത് ഉയർന്നു മുഴങ്ങിയെന്ന്. ഇത് സംഭവിച്ചത് രാത്രിയുടെ അവസാന യാമത്തിലാണ്. ഈശോ എപ്പോഴാണ് ഉയർത്തെഴുന്നേറ്റത്? ആ സമയത്ത് തന്നെയാണ് പരിശുദ്ധ അമ്മയും ഉയർത്തെഴുന്നേൽക്കുക. അതുകൊണ്ട് അവിടെ കാവൽ നിന്ന് ഏതാനും സ്ത്രീകന്മാരൊഴികെ മറ്റാരും അത് കണ്ടില്ല. കാരണം രാത്രിയുടെ യാമത്തിലല്ലേ. സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് പുറപ്പെട്ട അതേ ക്രമത്തിൽ തന്നെയാണ് വിശുദ്ധരും മാലാഖമാരും അവിടെ തിരികെ പ്രവേശിച്ചത്. ഏറ്റവും ഒടുവിലായി രക്ഷകനായ ക്രിസ്തു തൻ്റെ മാതാവായ രാജ്ഞിയെ തൻ്റെ വലതുഭാഗത്ത് നിർത്തിക്കൊണ്ട് പ്രവേശിച്ചു. സങ്കീർത്തനം 45:13 പറയുന്നത് പോലെ അവൾ പൊന്നുപൊതിഞ്ഞ മേലങ്കിയാൽ അലങ്കൃതയായി സ്വർഗവാസികളുടെ എവരുടെയും പുകഴ്ച ഏറ്റുവാങ്ങി. ഉത്തമഗീതം 3, 6, 9, 8, 5. അവളാണ് പ്രഭാതത്തിലെ നക്ഷത്രങ്ങളാൽ വാഴ്ത്തപ്പെടുന്നവൾ. അത്യുന്നതൻ്റെ പുത്രന്മാർ ആഘോഷമായി വരവേൽക്കുന്നവൾ. ആത്മനാഥൻ്റെ മേൽ ചാഞ്ഞ് വിജയായി കടന്നു വരുന്ന ഇവളാര്? സമൃദ്ധിയായി സന്തോഷം അവൾ പകരുന്നുവല്ലോ. പരിശുദ്ധ അമ്മയാണത്. ഈ മഹാഘോഷങ്ങളുടെ മധ്യത്തിൽ പരിശുദ്ധ അമ്മ ആത്മശരീര പൂർണ്ണതയോടെ പരിശുദ്ധ തൃത്വത്തിൻ്റെ സിംഹാസനത്തിലെത്തി. പരിശുദ്ധ തൃത്വത്തിലെ 3 ആളുകളും ചേർന്ന് നിത്യതയിൽ പൂർണ്ണമാക്കപ്പെട്ടതും അഴിക്കാൻ പാടില്ലാതെ മുദ്ര വയ്ക്കപ്പെട്ടതുമായ ആലിംഗനത്താൽ അവളെ തങ്ങളോട് ചേർത്ത് പിടിച്ചു.
നിത്യപിതാവ് അവളോട് പറഞ്ഞു, കൂടുതൽ ഉയരങ്ങളിലേക്ക് കരേറുക മകളെ, എൻ്റെ മാടപ്രാവേ. അവതരിച്ച വചനമായ ഈശോ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ മാതാവേ, എൻ്റെ മഹത്വത്തിന് ഹേതുവായവളെ, എൻ്റെ രക്ഷാകര ദൗത്യത്തിന് പ്രത്യുത്തരവും അതിൻ്റെ പരിപൂർണ അനുകരണവുമായവളെ, എൻ്റെ കയ്യിൽ നിന്നും ഇപ്പോൾ നിൻ്റെ പ്രതിസമ്മാനത്തെ സ്വീകരിക്കുക. റുഹാദുവദാശ സംസാരിച്ചു, എൻ്റെ പ്രിയവധുവായ നീ നിത്യാനന്ദത്തിൽ പ്രവേശിക്കട്ടെ. എന്തെന്നാൽ അത് ഏറ്റവും വിശ്വസ്തതയുള്ള സ്നേഹത്തിൻ്റെ വിലയാകുന്നു. വ്യഗ്രതകളില്ലാതെ പരിശുദ്ധ സ്നേഹം നീ ഇനി ആസ്വദിക്കുക. എന്തെന്നാൽ സഹനമാകുന്ന ശീതകാലം മാഞ്ഞുപോയിരിക്കുന്നു. നീ ഇതാ ഞങ്ങളുടെ നിത്യാനന്ദത്തിൽ അമർന്നിരിക്കുന്നു. പരിശുദ്ധ അമ്മ തൻ്റെ പുതിയ അവസ്ഥയിൽ എത്രയും പരിശുദ്ധ മറിയം പരിശുദ്ധ തൃത്വത്തിലെ 3 ആളുകളെ ധ്യാനിച്ച് അതിൽ ലയിച്ചു ചേർന്നു. പിന്നീട് ഈശോ പറയുന്നുണ്ട്, എൻ്റെ യഥാർത്ഥവും പ്രകൃത്യാലുള്ള മാതാവും ആയവൾക്ക് ഞാൻ സൃഷ്ടിച്ചതും എൻ്റെ കരങ്ങളിൽ വീണ്ടെടുത്തതുമായ സകലതിനെയും ഞാൻ ഏൽപ്പിച്ചു നൽകുന്നു. ഞാൻ രാജാവായിരിക്കുന്ന എല്ലാറ്റിൻ്റെയും മേൽ നൈയാമികമായി അവളും അത്യുന്നത രാജ്ഞിയായിരിക്കും. റുഹാദുദാശ അരുളി ചെയ്തു, എൻ്റെ പ്രിയതമയും പങ്കാളിയുമായി പ്രഘോഷിക്കപ്പെടുന്നതിനാൽ ഇവൾ നിത്യതയിൽ എന്നും മഹാരാജ്ഞിയായി കിരീടമണിഞ്ഞ് വാഴട്ടെ. അനന്തരം പരിശുദ്ധ തൃത്വത്തിലെ 3 ആളുകളും ചേർന്ന് പരിശുദ്ധ മാതാവിൻ്റെ ശിരസിൽ കിരീടമണിയിച്ചു. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ മറിയത്തിന്, നമ്മുടെ അമ്മ മാതാവിന് എന്തുമാത്രം വലിയ സ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത്. സ്വർഗത്തിലെ ചക്രവർത്തിനി, സ്വർഗഭൂലോകങ്ങളുടെ റാണി, എല്ലാം അവരുടെ കയ്യിൽ ഇപ്പോൾ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. ഈ മഹോത്സവത്തിൽ വിശുദ്ധ ഔസേപ്പും വിശുദ്ധ യോവാക്യം അന്ന ദമ്പതികളും പരിശുദ്ധരാജ്ഞിയുടെ ബന്ധുക്കളും പ്രത്യേകം പങ്കാളികളായി ചേർന്നത് അഗ്രേദായിലെ വാഴ്ത്തപ്പെട്ട സിസ്റ്റർ മരിയ കണ്ടു. ആയിരക്കണക്കിന് മാലാഖമാർ എപ്പോഴും പരിശുദ്ധ അമ്മയുടെ അടുത്ത് സ്ഥിരമായി നിന്നത് 1000 മാലാഖമാരാണത്രേ. നമുക്ക് ഈ സമയം, ഇന്ന് പുലർച്ചെ 3 മണി സമയം പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണവും കിരീടധാരണവും നമുക്ക് ഓർക്കാം. പരിശുദ്ധ അമ്മയുടെ ഈ സ്വർഗീയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്ത അഗ്രതയിലെ വാഴ്ത്തപ്പെട്ട സിസ്റ്റർ മരിയായുടെ ഈ ദർശനത്തിൻ്റെ ദൈവനഗരം എന്ന് പറയുന്ന ഈ പുസ്തകം യൂറോപ്പിലെ വിവിധ സമൂഹങ്ങൾ, സമർപ്പിത സമൂഹങ്ങളും സർവകലാശാലകളും പഠിച്ച് അഭിപ്രായം രേഖപ്പെടുത്തിയതാണ്. വിസ്മയജനകമായ അഭിപ്രായമാണ് ദൈവനഗരത്തിന് ലഭിച്ചിരിക്കുന്നത്. ലുവൈൻ സർവകലാശാല കൊടുത്ത അംഗീകാരപത്രവും സഭയുടെ നിലപാടും ഇത് അനുയോജ്യമായ ഒരു പുസ്തകമാണെന്നും ദർശനമാണെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് അമ്മ കൊടുത്ത ഈ വെളിപാടുകളും ഈശോ കൊടുത്ത ഈ വെളിപാടുകളും നമുക്ക് ധ്യാനിച്ച് അമ്മയോട് കൂടെ ആയിരിക്കാം. അമ്മ മകൻ്റെ അടുത്തേക്ക് നമ്മെ നയിക്കുകയാണ്. അവൻ പറയുന്നതാണ് ചെയ്യേണ്ടത്. അവൻ്റെ അടുത്തേക്ക് മനുഷ്യരെ ആനയിക്കാനാണ് പരിശുദ്ധ അമ്മ ഇതുപോലെയുള്ള വെളിപാടുകൾ കൊടുക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഇന്ന് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണവും കിരീടധാരണവുമെല്ലാം ഓർത്ത് ധ്യാനിച്ചുകൊണ്ട് നമുക്ക് അമ്മയുടെ മധ്യസ്ഥം യാചിക്കാം. എന്തിനാണെന്നോ, നിത്യജീവിതത്തിൽ പിതാപുത്ര പവിത്രാത്മനോട് കൂടെ ആയിരിക്കാൻ വേണ്ട സുഹൃതങ്ങൾ, കൃപകൾ, വിശുദ്ധി, മാധുര്യം, എളിമ എല്ലാം ഞങ്ങൾക്ക് നൽകാൻ നീ ദൈവത്തിൻ്റെ മുമ്പിൽ സ്ഥിരമായി ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ എന്ന് പരിശുദ്ധ അമ്മ, സ്വർഗാരോപിത രാജ്ഞി, സ്വർഗഭൂലോകങ്ങളുടെ റാണി, നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. ദൈവം അവളിലൂടെ നമ്മെ അനുഗ്രഹിക്കും. ആമീൻ. പ്രിയ സഹോദരങ്ങളെ, ഈ ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മ ഒരു പാട്ടിൻ്റെ ഈണം തന്ന് അനുഗ്രഹിച്ചു. എൻ്റെ കയ്യിൽ ഒരു 45 വർഷം മുൻപ് എൻ്റെ സഹോദരൻ്റെ, എൻ്റെ ആങ്ങളയുടെ വീട്ടിൽ നിന്നും കിട്ടിയ ഒരു പുസ്തകമുണ്ടായിരുന്നു.
ഈ ദിവസങ്ങളിൽ 3 ദിവസം ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, ഈ ദിവസം നിന്നെ പാടി സ്തുതിക്കാൻ എനിക്കൊരു പുതിയ പാട്ട് വേണമല്ലോ എന്ന്. അപ്പോൾ എനിക്ക് വലിയ പ്രചോദനമാണ് ഈ ഒരു പുസ്തകം എടുത്തു നോക്കാൻ. സാധാരണ പാട്ട് പാടുമ്പോൾ എടുക്കുന്ന ഒരു പുസ്തകമല്ല ഇത്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഒരു 45 വർഷം മുമ്പ് എൻ്റെ സഹോദരൻ്റെ വീട്ടിൽ ഞാൻ താമസിക്കാൻ പോയപ്പോൾ എനിക്ക് അവിടെ നിന്നും ആരൊക്കെയോ ഉപേക്ഷിച്ച പുസ്തകങ്ങളുടെ ഇടയിൽ നിന്ന് കിട്ടിയൊരു പുസ്തകമാണിത്. അന്ന് ഞാൻ എൻ്റെ ആങ്ങളയോട് ചോദിച്ചു, ഇത് ഞാൻ കൊണ്ടുപോയിക്കോട്ടെ എന്ന്. വേറെ ഒന്നുകൊണ്ടുമല്ല, അന്നൊരു ദർശനവും കിട്ടിയിട്ടല്ല. എനിക്ക് പാട്ടിനോട് ഇഷ്ടമായതുകൊണ്ട് പാട്ട് പുസ്തകം കണ്ടപ്പോൾ പണ്ടത്തെ പാട്ടുകളാണിതിൽ. എനിക്ക് ഒന്നും അറിയാത്ത പാട്ടുകളായിരുന്നു ഇതിൽ. എങ്കിലും ഞാനത് എടുത്തു പിടിച്ചു. 1-2 പാട്ടുകൾ മാത്രമേ എനിക്കറിയുന്നത് അതിലുള്ളൂ. അങ്ങനെയാണ് ഞാനൊരു 20 വയസ്സുള്ളപ്പോൾ ഈ പുസ്തകം കൊണ്ടുവരുന്നത്. എങ്ങനെയോ ഇത് എൻ്റെ 61-ാമത്തെ വയസ്സിലും എൻ്റെ പുസ്തക ശേഖരണത്തിൽ ഇരിപ്പുണ്ട്. കീറിപ്പറഞ്ഞ് പേജൊക്കെ വിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്നോട് ഈശോ പറയാണ്, ഈ പുസ്തകമൊക്കെ ഒന്ന് ഒട്ടിച്ച് ചേർത്ത് വെക്കി എന്ന്. നേരമില്ലാത്ത സമയത്ത് ഞാനത് ഒട്ടിച്ച് ചേർത്ത് വെച്ചു സഹോദരങ്ങളെ. ഇപ്പോഴാണ് അതിൻ്റെ കാര്യം മനസ്സിലായത്. ഞാൻ പരിശുദ്ധ അമ്മയോട് ചോദിച്ചു, ഈ ദിവസങ്ങളിൽ പാടാനൊരു പാട്ട് വേണമല്ലോ. അമ്മ മാതാവ് ഈ പുസ്തകം എടുത്ത് കാണിച്ചു തന്നു. ഞാൻ ആ പുസ്തകം എടുത്ത് നോക്കിയപ്പോൾ അതിലൊരു പാട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ രീതി എനിക്കറിയില്ല. ഒരു പാട്ടിൻ്റെ രീതി എനിക്കറിയില്ല. ഞാൻ പരിശുദ്ധ അമ്മയോട് ചോദിച്ചു, ഇതെങ്ങനെയാണ് പാടുക? ഇത് വെറുതെ ഇങ്ങനെ വായിച്ചു പോയാൽ പറ്റില്ലല്ലോ, ഇതിനൊരു രീതി വേണ്ടേന്ന്. ആ സമയം ഞാനൊരു രീതി കേൾക്കുകയാണ്. പരിശുദ്ധ അമ്മ എൻ്റെ അടുത്ത് വന്ന് നിന്ന് പാടിത്തരുന്ന ഒരു രീതി. ഞാനത് ഉടനെ തന്നെ റെക്കോർഡ് ചെയ്ത് വെച്ചു. എൻ്റെ സ്വരവും രീതിയും ഒന്നും ശരിയല്ല കേട്ടോ. എത്രത്തോളം അതുണ്ടെന്ന് ഈ പ്രായമായിരിക്കുന്ന അവസ്ഥയിൽ എങ്ങനെയായിരിക്കും എന്നെനിക്കറിയില്ല. എങ്കിലും ഞാനത് നിങ്ങൾക്ക് പാടിത്തരാം കേട്ടോ. ഈ പാട്ടെനിക്ക് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ഞാനിത് പാടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓർക്കുകയാണ്, ഈ ദിവസങ്ങളിൽ 3 ദിവസം ഒരുങ്ങുമ്പോൾ അമ്മ തന്ന ഒരു അനുഗ്രഹമായിരുന്നിത്. മറ്റൊരു അനുഗ്രഹം ഈ ദിവസങ്ങളിൽ ഞാൻ കണ്ടത്, പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴെല്ലാം ശുദ്ധീകരാത്മാക്കളും അമ്മയെ വാഴ്ത്തി സ്തുതിക്കുന്നതും ഈശോയെ ആരാധിക്കുന്നതും കേൾക്കാനുള്ള ഒരവസരം അമ്മ ഒരുക്കിത്തന്നു. ഞാനത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രിയ കൂട്ടുകാരെ, പരിശുദ്ധ അമ്മ ഈ 2 അനുഗ്രഹങ്ങളും തന്ന് സന്തോഷിപ്പിച്ചിട്ടുണ്ട്. അമ്മ പറയുന്നത് എപ്പോഴും യേശു പറയുന്നത് ചെയ്യാനാണ്. അതിന് നമുക്ക് സാധ്യതകളുണ്ടാകട്ടെ. നമ്മുടെ മനസ്സിനെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ഈ പാട്ട് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് തരാം കേട്ടോ. ഞാൻ വീണ്ടും പറയുകയാണ്, എൻ്റെ സ്വരവും ഈണവും ഒക്കെ പോയതാണ്. എങ്കിലും നിങ്ങൾക്ക് പാട്ടറിയാവുന്നവർക്ക് എന്താണ് ഈ ചേച്ചി പാടുന്നത് എന്ന് ഓർത്തിട്ട് ആ നല്ല രീതിയിൽ പാടി നടക്കാമല്ലോ. അതുകൊണ്ടാണ് ഞാനിത് അയക്കുന്നത്. വെള്ളി നിലാവിൻ്റെ വെള്ളിത്തിരയതിൽ മിന്നിത്തിളങ്ങുന്ന ധാര, ദൂരെയാ നീലാംബരത്തിനുമപ്പുറം റാണിയായി വാഴുന്ന ധാര, ത്രിലോകരാജ്ഞിയായി മേരി മഹേശ്വരി, ദൈവകുമാരൻ ജനനി. മേരി മഹേശ്വരി വാഴ്ത്തിടാം നിന്നെ ഞാൻ വത്സല അമ്മയായി. നൊന്തു കരയുമ്പോൾ നിന്മക്കൾ കാലംബം നീ മാത്രമാണെന്നും അമ്മേ. വെള്ളി നിലാവിൻ്റെ വെള്ളിത്തിരയതിൽ മിന്നിത്തിളങ്ങുന്ന ധാര, ദൂരെയാ നീലാംബരത്തിനുമപ്പുറം റാണിയായി വാഴുന്ന ധാര, ത്രിലോകരാജ്ഞിയായി മേരി മഹേശ്വരി,
ദൈവകുമാരൻ ജനനീ. ഈ പാട്ടിൻ്റെ പേജ് തന്നെ പരിശുദ്ധ അമ്മ കാണിച്ചു തന്നത് എനിക്കിപ്പോൾ അതിശയകരമായി തോന്നുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ പാട്ട് കാണുന്നത്. 40-41 വർഷത്തോളം ഈ പുസ്തകം എൻ്റെ കയ്യിലുണ്ടായിട്ടുണ്ടെങ്കിലും, ഈ പുസ്തകം പലപ്പോഴും ഞാൻ എടുക്കാറുണ്ടെങ്കിലും, ഈ ഒരു പാട്ട് 122-ാമത്തെ നമ്പറിലുള്ള ഈ പാട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇന്ന് കാണുന്നത്. ഞാൻ വിചാരിക്കുന്നു പരിശുദ്ധ അമ്മ തന്നെ ഇത് എഴുതി വച്ചിട്ടുള്ളതാ എന്നോ. കാരണം സ്വർഗാരോപണ മാതാവിൻ്റെ ദിവസങ്ങളിൽ ധ്യാനിക്കാൻ പറ്റിയ പാട്ടാണിത്. വെള്ളി നിലാവിൻ്റെ വെള്ളിത്തിരയിൽ മിന്നിത്തിളങ്ങുന്നത് ആരാണെന്ന്, ദൂരെ നീലാംബരത്തിനും അപ്പുറം സ്വർഗഭൂലോകങ്ങളുടെ റാണിയായി വാഴുന്നത് ആരാണെന്ന് എനിക്ക് സന്തോഷമായി ഇതിൻ്റെ അർത്ഥം ധ്യാനിച്ച് നോക്കിയപ്പോൾ. നമുക്ക് പരിശുദ്ധ അമ്മയെ പാടി സ്തുതിക്കാൻ കേട്ടോ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.